നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെയുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഇന്നലെ സതീശൻ പങ്കുവച്ചിരുന്നു. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും. ആദ്യ മന്ത്രിസഭാ യോഗമാണ് നിയുക്ത MLA AD തോമസ് അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റതിൽ തുടരന്വേഷണത്തിന് തീരുമാനമെടുത്തത്. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഗൺമാന്മാരുടെ കാര്യം ഒട്ടും ശുഭകരമല്ല, ഉറപ്പായും നടപടി ഉണ്ടാകും. സതീശൻ ഇന്നലെ അത് പറയാതെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇന്നലെ സംസാരിച്ചപ്പോൾ കോടതി ഉത്തരവ് മാനദണ്ഡമാക്കിയാണ് സർക്കാർ നടപടി, അല്ലാതെ രാഷ്ട്രീയ പ്രതികാരമല്ല എന്ന് വ്യക്തമാക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഇനിയിപ്പോൾ സർവീസിൽ പോലും ഇല്ലാത്ത തരത്തിലേക്ക് അവരെ ശിക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. രഞ്ജിത്ത്, കോടതി നടപടി എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം VD സതീശൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, നേരത്തെ കോൺഗ്രസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മറന്നു കളയുമായിരുന്നു, പക്ഷേ ഇനി അത് അങ്ങനെ മറക്കില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് മർദ്ദനമേറ്റെങ്കിൽ തീർച്ചയായും അക്കാര്യത്തിന് ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. നിയമപരമായ നടപടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അന്വേഷണം വരുമ്പോൾ അത് തീർച്ചയായും സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒന്നുകൂടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ഈ കേസ് അന്വേഷിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് സർക്കാർ വാങ്ങുകയും തുടർന്ന് നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായും അന്വേഷണ വിധേയമായി ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം ഇത് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നടന്ന ഒരു സംഭവം നമ്മളെല്ലാം കണ്ടതാണ്. ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ MLA ആയ തോമസ് ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ, അന്ന് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആ നവകേരള ബസ് ഉണ്ടായിരുന്നു, ആ ബസ്സിന് നേരെ കരിങ്കൊടി വീശിയതിൻ്റെ പേരിലായിരുന്നു ഈ ഒരു മർദ്ദനം. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി ഇതിനെ ന്യായീകരിച്ചത് ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി, അവർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനമെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ്റെ വാക്കുകൾ. പക്ഷേ അത് ആ സമയത്ത് തന്നെ വലിയ വിമർശനമുയർന്ന കാര്യമാണ്. കാരണം ആ ബസ് കടന്നുപോയ ശേഷമാണ് ഇത്തരത്തിലുള്ള മർദ്ദനമുണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പട്ടത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്കൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടന്നിരുന്നു. മറ്റൊരാൾ കല്ലിയൂരുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഈ ജനകീയ പ്രഖ്യാപനങ്ങൾ, വനിതകൾക്കുള്ള സൗജന്യ യാത്ര, ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും ഒക്കെയുള്ള വേതനത്തിലെ വർധന, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണത്തിന് തീരുമാനമായത്. ഒരുപക്ഷെ അത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിയേക്കും. രഞ്ജിത്ത്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ തെളിവുകളൊന്നും വേണ്ട നടപടിയെടുക്കാനെന്ന് മനസ്സിലാകും. കാരണം പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ആളുകളെ, അവരെ ഗൺമാന്മാർ ഇറങ്ങി വന്ന് അനാവശ്യമായി മർദ്ദിക്കുന്നു. ആ മർദ്ദനമേൽക്കുന്നതിൽ ഒരാൾ ഇന്ന് ആലപ്പുഴ MLA ആണ് എന്നതുകൂടി ഓർക്കണം. CPMൻ്റെ ചുവപ്പ് കോട്ടയിൽ സാക്ഷാൽ ചിത്തരഞ്ജനെ മലർത്തിയടിച്ച് AD തോമസ് എന്ന യുവനേതാവ് കയറി വരുമ്പോൾ ഈ മർദ്ദന ദൃശ്യങ്ങൾ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളതാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.